ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പ്രത്യേക ഒരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഒരു പ്രാർത്ഥനാ സഹായം തേടുകയുമാണ്. അതായത് ഞാനൊരു പരീക്ഷ എഴുതാൻ പോവുക കേട്ടോ. ഒരു പരീക്ഷ എഴുതി വിജയിക്കുമോ എന്നൊന്ന് നോക്കട്ടെ. ഈ പ്രായത്തിൽ ജീവിതം തന്നെ പല പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചത് റിട്ടയർമെന്റ് ലൈഫ് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ വേണ്ടി കൂടുതൽ മേഖലകളിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പരീക്ഷ എഴുതി പാസ്സാവുമോ എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പണ്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പം ഒരു തവണ എക്സാമിന് ചീഫായിരുന്നേ. അപ്പോഴുണ്ടല്ലോ കമ്പ്യൂട്ടർ എക്സാമിന് IT എക്സാമിന് പിള്ളേർ വന്ന് നിന്നപ്പം പിള്ളേർക്ക് ഭയങ്കര വിറയല്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പേടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബൈബിളിലെ ഒരു വചനമുണ്ട്, ജെറമിയാടെ ആണ് ചാപ്റ്റർ ഞാൻ മറന്നുപോയി. സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. നിങ്ങളിത് പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് 33 തവണ പറഞ്ഞിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഈ പിള്ളേർ കയറി എക്സാം അറ്റൻഡ് ചെയ്ത് ഇറങ്ങി വന്നേച്ച് നല്ല സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, ടീച്ചറെ എക്സാം നല്ല എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ വിദ്യാർത്ഥിയുടെ വേഷമാണ് അണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദീപ പ്രാർത്ഥിക്കണം, പപ്പ പ്രാർത്ഥിക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, എനിക്ക് 3 മണിക്കാട്ടോ പരീക്ഷാ ടൈം, 1 മണിക്കൂറാണ്. ആ സമയത്ത് ഈ വീഡിയോ കാണുന്നവരെല്ലാം ഈ വചനം ഒന്ന് ആവർത്തിച്ച് പറയണം കേട്ടോ. ഏതാണെന്നല്ലേ? സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ ഹോൾ ടിക്കറ്റിന്റെ എനിക്ക് വാട്സപ്പിൽ PDF ആയിട്ട് വന്ന ഹോൾ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുത്തതാണ്. കണ്ടോ? ഞാൻ പരീക്ഷ എഴുതാൻ പോവുക. നിങ്ങൾ കണ്ടു, നോക്കി ബോധ്യപ്പെട്ടു? കണ്ടോ ഞാൻ തന്നെയല്ലേ ഇത്? കണ്ടോ? അപ്പൊ പോയി പരീക്ഷ എഴുതിയിട്ട് വരാം. പോട്ടെ. താങ്ക് യു ടീച്ചറെ. ഞാൻ ഇന്നാള് പറഞ്ഞ എക്സാമിന്റെ ഡേറ്റ് ഇന്നാണ്. മിക്സ കഴിഞ്ഞ 3 മണി തൊട്ട് 1 മണിക്കൂറാണ് എക്സാം. വൺ വേർഡ് ആൻസർ ആയിട്ടാണോ എഴുതുന്നത്? അത് ടിക്കറ്റ് പോയാൽ മതിയായിരിക്കും അല്ലേ? എക്സാമിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 50 വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 4-5 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. മിടുക്കിയായിട്ട് പോയി പരീക്ഷ എഴുതിയിട്ട് വാ. ടെൻഷനൊന്നും വെക്കണ്ട. ഏതായാലും 60-ആം വയസ്സിൽ പോയി പരീക്ഷ എഴുതുകയല്ലേ, അതിൻ്റെ ഒരു ത്രില്ല് കാണുന്നുണ്ട് ടീച്ചറിൻ്റെ മുഖത്ത്. ഓൺലൈൻ എക്സാമാണ്. ഞാൻ ഇതുവരെ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അല്ല ടീച്ചറെ, സന്തോഷം എന്താണോ, നമ്മൾ ഇതുവരെ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിക്കും, PG ഒക്കെ B.Ed ഒക്കെ പഠിക്കുമ്പോൾ എക്സാം എഴുതാൻ പോകുമ്പം പഠിച്ചു തീർന്നോ അല്ലെങ്കിൽ സമയം തികയോ എന്നൊക്കെ ഉള്ളൊരു വെപ്രാളമല്ലായിരുന്നോ? അപ്പോൾ യാതൊരു വെപ്രാളവും ഇല്ല. KKPP മനസ്സിൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. 60-ആം വയസ്സിൽ എഴുതുന്ന ഒരു എക്സാം അല്ലേ, അതിൻ്റെ ഒരു ത്രില്ലിലാണ്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക, എഴുതുക, അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനിരിക്കുന്നത്. പോയിട്ട് വരട്ടെ, പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. എന്തായാലും പോയി ജയിച്ച് മിടുക്കിയായിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. കത്തിയെരിയുന്ന ഗ്രീഷ്മ ചൂടിൽ നട്ടുച്ച നേരത്ത് ഞാൻ എക്സാം സെൻറ്ററിനെ ലക്ഷ്യമാക്കി യാത്രയായി. അങ്ങനെ ഞാൻ ചൂടിൽ വാടി തളർന്ന എക്സാമിനേഷൻ സെൻറ്റർ തപ്പിപ്പിടിച്ചെന്ന് പറയാം. NSEIT ഡിജിറ്റൽ എക്സാമിനേഷൻ സെൻറ്ററിലെത്തി. എക്സാം കഴിഞ്ഞുള്ള മടക്ക യാത്രയിലാണ് ഞാൻ. എൻ്റെ മുഖഭാവം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എക്സാം എളുപ്പമായിരുന്നു. റിസൾട്ട് വരട്ടെ, ഞാൻ നിങ്ങളെ അറിയിക്കാൻ കേട്ടോ. പ്രാർത്ഥന ഫലിച്ചോന്ന്.